യേശുവിനെ കേന്ദ്രീകരിച്ച് ജീവിക്കാവുള്ളൂ. വേറെ എന്തിനെ പിടിച്ചത് നഷ്ടക്കളിയാണ്. അതെല്ലാം നഷ്ടക്കളിയാണ്. പല കളികൾ കളിക്കും, അത് നഷ്ടക്കളിയാണ്. ഏറ്റവും സമയവും ആയുസ്സും ആരോഗ്യം എല്ലാം കളി. പൗലോസ് പറഞ്ഞു, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ അധ്വാനം വെറുതെ അവരുടെയും എന്തിനു വേണ്ടി? മക്കൾക്ക് ദൈവവിശ്വാസം കൊടുക്കാതെ, അവരെ വിശുദ്ധരാക്കാതെ നിങ്ങൾ എന്ത് നേടി? ആ നേടിയത് കൊണ്ട് എന്ത് കാര്യം? നിങ്ങളുടെ ചുറ്റുമുള്ള 10 പേരുടെ പൊങ്ങച്ച വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ലേ? ശരിയല്ലേ? ചുറ്റുമുള്ളവർ പറയണം, എന്നെക്കുറിച്ച് നീ വലിയ ആളാ, നല്ല ബുദ്ധിമാനാ, വലിയ വീട് പണിതു, വലിയ കാറ് മേടിച്ചു, നിന്റെ മക്കളെല്ലാം വിദേശത്ത് വെച്ചു, മക്കളെല്ലാം ഡോക്ടറാക്കി. ആ ഒരു പേര് 5-10 പേരുടെ പേരിന് വേണ്ടി നീ കർത്താവിനെ തള്ളി പറഞ്ഞല്ലോ. 8-10 പേര് നിന്നെ പുകഴ്ത്താൻ വേണ്ടി നീ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്തല്ലോ. അവനെ നിന്നെ ഇങ്ങനെ താലോലിക്കാൻ വേണ്ടി ഈ പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ മുഴുവൻ അറുത്തുമുറിച്ച് കളഞ്ഞിട്ടില്ലേ? മദ്യപാനികളുടെ കൂടെ കൂടാൻ വേണ്ടി നീ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞിട്ടില്ലേ? വ്യഭിചാരികളുടെ കൂടെ പോകാൻ വേണ്ടി നീ ക്രിസ്തുമതം ഉപേക്ഷിച്ച് പോയിട്ടില്ലേ? ലോകം മുഴുവൻ നേടിയ, അതായത് 16:26, ലോകം മുഴുവൻ നേടിയ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയത് നിനക്ക് എന്ത് പ്രയോജനം? എല്ലാം പോകുന്നല്ല. യേശുവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടുന്ന നേട്ടമൊക്കെ നേട്ടമാണെന്ന് കരുതുന്നുണ്ടോ? 2 കരപ്പെടുത്തി ഹല്ലേലൂയ.